2013 നാടിനെ നടുക്കിയ ക്രൂരമായൊരു കൊലപാതക കേസ്. വിധി വന്ന് 12 വർഷങ്ങൾക്കപ്പുറം കേരള സ്റ്റേറ്റ് തന്നെ അപ്പീൽ കൊടുത്ത് റീഓപ്പൺ ചെയ്തൊരു കേസ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും മറന്നുപോയൊരു കേസ്. അതിഥി നമ്പൂതിരി കൊലക്കേസ്. 7 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി. കോഴിക്കോട് തിരുവമ്പാടി തട്ടേക്കാട്ടില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മകൾ. ക്രൂരമായ പീഡനത്തിന് ശേഷം വേദനയും പട്ടിണിയും കാരണം ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി. അന്ന് അതിന് കാര്യമായ തെളിവുകളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ പ്രതികളെ കോടതി വിട്ടയച്ചു. 2013 ഏപ്രിൽ 29 സംഭവം നടക്കുന്നത്. ഫിറ്റ്സ് വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത കുട്ടി മരണത്തിന് കീഴടങ്ങുകയും അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ക്രൂരമായ പീഡനങ്ങൾക്കിരയായി എന്ന് റിപ്പോർട്ട് വരികയും ചെയ്യുന്നു. കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് മറ്റാരുമല്ല, സ്വന്തം അച്ഛനും രണ്ടാനമ്മയും കൂടിയാണ്. ദേവിക അന്തർജനം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റംലത്ത് ബീഗം, സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ 2ാം ഭാര്യ. 2 മക്കളാണ് ഇവർക്കുള്ളത്. മൂത്തത് ഒരു 10 വയസ്സുകാരനും രണ്ടാമത്തേത് 7 വയസ്സുള്ള അതിഥി നമ്പൂതിരിയും. അതിഥി നമ്പൂതിരി മരിക്കുന്നതിന് 6 മാസം മുൻപാണ് പെൺകുട്ടിയുടെ അമ്മ വാഹനാപകടത്തിൽ മരിക്കുന്നത്. അതിനുശേഷമാണ് രണ്ടാനമ്മയായിട്ട് റംലത്ത് ബീഗം വരുന്നത്. പക്ഷേ വന്ന നാൾ തൊട്ട് ഈ കുട്ടികളെ ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും ക്രൂരമായിട്ടുള്ള രീതിയിൽ പീഡിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. മരണ റിപ്പോർട്ടിൽ പറയുന്നത് പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തിളച്ച വെള്ളം ഒഴിച്ച കാരണം കൊണ്ട് കുട്ടിക്ക് മലമൂത്ര വിസർജനം പോലും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. വയറ്റിലുണ്ടായിരുന്ന ഫുഡ് വേസ്റ്റ് എന്ന് പറയുന്നത് 2 ആഴ്ച മുമ്പ് കഴിച്ച ഒരു മാങ്ങയുടെ പീസ് മാത്രമായിരുന്നു. അതായത് അത്രയും നാൾ ആ പെൺകുട്ടിക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ അതിനെ ഒരു റൂമിൽ അടച്ചിട്ടേക്കുകയായിരുന്നു. അവസാനം കുട്ടി മരണത്തിന് കീഴടങ്ങുമ്പോൾ ശരീരത്തിനുള്ളിലുള്ള എല്ലാ അവയവങ്ങളും ഏറ്റവും മോശമായ കണ്ടീഷനിലായിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും പറയുന്നത് അവരെ ഇത്രയധികം വേദനിപ്പിച്ചൊരു കേസ് ഉണ്ടായിട്ടില്ല എന്നാണ്. അന്ന് ആ കേസിൻ്റെ വിധി വന്നത് 3 വർഷത്തെ തടവും 1 ലക്ഷം രൂപ പിഴയും എന്ന രീതിയിലായിരുന്നു. പക്ഷേ പിന്നീട് സർക്കാർ തന്നെ അപ്പീൽ കൊടുത്ത് ആ കേസ് റീഓപ്പൺ ചെയ്ത് ഇപ്പോൾ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ജീവപര്യന്തം ശിക്ഷ എന്ന് പറയുന്നത് ആ പെൺകുഞ്ഞ് അനുഭവിച്ച കഷ്ടങ്ങൾക്ക് ഒരിക്കലും തുല്യമാവുന്നില്ല. രണ്ടാനച്ഛൻ്റെയും രണ്ടാനമ്മയുടെയൊക്കെ ക്രൂരകൃത്യങ്ങളുടെ കഥ ശരിക്കും ഇവിടെ അവസാനിച്ചിട്ടില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, നമ്മുടെ ഹസ്ബൻഡോ വൈഫോ മരിച്ചു പോയി കഴിഞ്ഞാൽ മറ്റൊരു വിവാഹം ചെയ്താൽ ആ വരുന്ന പാർട്ട്ണർ നമ്മുടെ കുട്ടികളെ സ്വന്തം പോലെ നോക്കും എന്നുള്ളത്. അങ്ങനെ ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അത് തെറ്റാണ്. സ്വന്തം അച്ഛനും അമ്മയും പോലും മക്കളെ പീഡിപ്പിക്കുന്ന ഒരു കാലത്തിൽ രണ്ടാനച്ഛനും രണ്ടാനമ്മയുമായി വരുന്ന ആളുകൾ നമ്മുടെ മക്കളെ സ്വന്തം പോലെ വിചാരിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ ഒന്നുകിൽ സേഫായിട്ടുള്ള ഒരു സോണിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഇങ്ങനെ വരുന്ന പാർട്ട്നേഴ്സിനെ വിശ്വസിക്കാതിരിക്കുക. അവർക്കൊരിക്കലും നമ്മുടെ മക്കളെ സ്വന്തം പോലെ കാണാനായിട്ട് സാധിക്കില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഒരു പക്ഷേ അവർ നമ്മളോട് പറയണമെന്നില്ല. ഒരു സിംഗിൾ പേരൻ്റായിരുന്ന നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങളൊരു ആയയെ വെക്കുക. അവർ നിങ്ങളുടെ കുട്ടിയെ നോക്കിക്കോളും. അല്ലാതെ അതിനുവേണ്ടി ലൈഫ് ലോങ് ഒരു പാർട്ട്ണറിനെ അല്ല നമ്മൾ നോക്കേണ്ടത്.